രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ വമ്പൻ പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ. ദീപാവലിയോടെ ചരക്ക് സേവന നികുതിയിൽ പരിഷ്കരണം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ചെറുകിട ബിസിനസ്സുകൾക്കും സാധാരണക്കാർക്കും നികുതി ഭാരം കുറയും. 12%, 28% നികുതി ഘടനകളാണ് മാറുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, വിപ്ലവകരമായ തീരുമാനം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഇത് ഏതാണ്ട് ജൂലൈ മാസത്തിൽ തന്നെ കേന്ദ്ര ധനമന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ ഇത് തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഇത് GST കൗൺസിലിൽ ചർച്ചയ്ക്കായി വരികയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇക്കാര്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. GST ഘടനയിൽ വലിയ മാറ്റം വരാൻ പോകുന്നു, സാധാരണക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഘടന കൊണ്ടുവരാൻ പോകുന്നു GSTയിൽ എന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ വലിയ ചർച്ചകൾ രാജ്യത്താകമാനം നടക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം 12%, അതോടൊപ്പം 28% എന്നീ നികുതി ഘടനകൾ മാറും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതിനൊപ്പം തന്നെ 5%, 18% എന്നീ നികുതി ഘടനകൾ മാത്രം നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ 12% ഉണ്ടായിരുന്ന നികുതി മുഴുവൻ ഒരുപക്ഷെ 5-ലേക്കും പോകും. 28 ഉണ്ടായിരുന്നത് 18-ലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ നികുതി നിരക്ക് ഏകീകരിക്കൽ ഉണ്ടാകും. അവശ്യ സാധനങ്ങളുടെ നികുതി എന്നിവയിൽ മാറ്റം വരും. ഇതോടുകൂടി നിത്യോപയോഗ സാധനങ്ങളുടേതും ആരോഗ്യ മേഖലയിലടക്കം വലിയ തോതിൽ ചിലവ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാണ് ചെയ്യുന്നത്. ചെറുകിട കച്ചവടക്കാർക്കും ഈ തീരുമാനം അത് വലിയ ഗുണം ചെയ്യുന്നതാണ്. തീർച്ചയായും ചരക്ക് സേവന നികുതിയിലാണ് വമ്പൻ പരിഷ്കാരം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്.